രോഹിണീശസമാ സുന്ദരവദനമായി മാറിയെങ്കിൽ ഗോപികാരമണന്റെ കാലടി പൂവിരി ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നി മാടത്തെ മാടക്കിടങ്ങൾ പാവുറങ്ങാരോ പാവാവം പാടിയുറക്കാൻ ഇല്ലില്ലെന്നമ്മയും പൊന്നി. ഹലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പമില്ല. യാത്ര മൊത്തത്തിൽ നന്നായിരുന്നു. കാര്യമായിട്ട് ബുദ്ധിമുട്ടാതെ എല്ലാ കാര്യങ്ങളും നടന്നു. സന്തോഷം. നന്നായി യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇത്രയും ഒരു സഹോദരന്മാരെ പോലെ എല്ലാവരും ഒന്നായി ഇത്രയും പോയി ഒരു നല്ല കാര്യങ്ങൾ നടത്തുന്നതിന് നന്ദി. നല്ല യാത്രയായിരുന്നു. മനസ്സിലാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. ഫുഡ് നല്ലതായിരുന്നു. എസ്പെഷ്യലി പായസം പുളിയിഞ്ചി നല്ല ഇഷ്ടമായി. പിന്നെ കൂടെയുള്ളവർ എല്ലാവരും നല്ല ഇഷ്ടമായി. ഹാപ്പിയായിരുന്നു. നല്ല യാത്രയായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല കൂട്ടായി. നല്ല യാത്രയായിരുന്നു. നല്ല യാത്രയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഫുഡെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. യാത്ര സുഖകരമായിരുന്നു. നമ്മൾ തിരുപ്പതിയിലെ ദർശനത്തിനുള്ള ടിക്കറ്റ് നമ്മൾ തന്നെ പോയി എടുക്കണമെന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും പോകാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഭക്ഷണം, നമ്മളൊരു തീർത്ഥയാത്രയാണ്. അപ്പോൾ നമ്മൾ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ ഒതുങ്ങി പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് തന്നെ ആരോഗ്യം മോശമാക്കാതെ സ്വാഭാവികമായിട്ടുള്ള സാധാരണ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ് ഉചിതം എന്നാണ് നേരത്തെ പോയിട്ടുള്ളത് കൊണ്ടുള്ള ഒരു അഭിപ്രായം. സാധാരണ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറിന് പ്രശ്നങ്ങളില്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ യാത്ര സുഖകരമാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് കുറ്റമായിട്ടൊന്നും പറയണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുമായിട്ടും സഹകരിച്ചു പോകാൻ സാധിച്ചു. എല്ലാവരും ആസ്വദിച്ചു. ഇതൊരു തീർത്ഥയാത്രയായിരുന്നു. ഒരു അടിപൊളി യാത്രയായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ആ ഒരു ഭക്തി ഭാവത്തോടു കൂടി തന്നെ പോകാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. പറയാനില്ല. ഞാൻ എനിക്ക് ആദ്യം ഒറ്റയ്ക്ക് വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വാണി ചേച്ചിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിലാണ് ഞാൻ വന്നത്. ചേച്ചിനെ പറ്റിയിട്ട് അവർ നല്ല ഇമ്പ്രഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ വീട്ടിലും ഞാൻ പറഞ്ഞു, ചേച്ചീൻ്റെ വോയിസ് ഞാൻ കോൾ ചെയ്തപ്പോൾ ലൗഡിലിട്ട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ പേടി വേണ്ട. ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീലേ തോന്നിയില്ല എനിക്ക്. എല്ലാവരുമായിട്ടും, ഒരാളെന്നില്ല, എല്ലാവരുമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് പപ്പടം കിട്ടിയില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അഭിപ്രായം, ചേച്ചിക്ക് ഇത്തിരി അച്ചാർ കൂടി ഉണ്ടാക്കാമായിരുന്നു ഒന്ന് തോന്നല്. അത് കൊണ്ടുവന്നാൽ നമുക്ക് റെഡിമെയ്ഡ് കൊണ്ടുവന്നാൽ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെയാണോ? അല്ല, ഇന്നത്തെ അല്ല, അച്ചാർ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പുളിയിഞ്ചിയും അച്ചാറും അങ്ങനെ എനിക്ക് തോന്നുന്നു. അടുത്ത വെള്ളിയാഴ്ച ഇല്ല, ഞാൻ ഒരു വട്ടം ചേച്ചിയുടെ അടുത്ത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഞാൻ അടുത്ത ട്രിപ്പ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ തന്നെ പോകുള്ളൂ. എനിക്ക് തലമുട്ടടിക്കണം. അപ്പോൾ
അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഞാൻ വന്നപ്പോഴും ചോദിച്ചു ചേച്ചിക്ക് ഇനി വേറെ വല്ല അമ്പലത്തേക്ക് യാത്രയുണ്ടോ ബേസിനെന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഫാമിലിയിലേക്ക് വിളിച്ച് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു ചേച്ചിയെ പോലെ ഒരു അമ്മയെ പോലെ ടേക്ക് കെയർ ചെയ്തു. ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര സന്തോഷം. അതായത് പരിചയക്കേടില്ല എന്നുള്ള ഇതില്ല, ആർക്കും അങ്ങനെ ഹെഡ് വെയിറ്റ് എന്നുള്ള ആൾക്കാരല്ല, എല്ലാത്തിലും യോജിച്ചു പോകുന്ന ആൾക്കാരാണ്. അത് മാത്രം. പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു സന്തോഷമായി. വളരെ ആഗ്രഹിച്ച് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച യാത്രയായിരുന്നു ഞാനിത്. അത് പെട്ടെന്നൊരു ദിവസം ഞാൻ ഫോൺ ചെയ്തു, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ചെറിയൊരു തടസ്സം വന്ന് എൻ്റെ ഗൂഗിൾ പേക്ക് പറ്റി. പക്ഷേ ഓക്കെ, എല്ലായിടത്തും തൊഴാൻ പറ്റി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി പറഞ്ഞ ജലധാരയുടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിലൊക്കെ വളരെ വളരെ ഉപകാരപ്പെട്ടു നമുക്കത്. ചേച്ചി പറഞ്ഞു തന്നത് കാരണം നമുക്കത് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കത് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. അതുകൊണ്ടൊക്കെ തിരക്കുണ്ടായിരുന്നു കുറച്ച് യാത്ര വെച്ചാൽ അവിടെ. പിന്നെ കഷ്ടപ്പെട്ടാലല്ലേ നമ്മുടെ ആഗ്രഹം നടക്കും. ആ ഒരു അത് കാരണം ഭയങ്കര സന്തോഷം. ഇനി ഞാൻ യാത്ര പോട്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഞാൻ പറയും ചേച്ചിയുടെ കൂടെ വരാനായിട്ട്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ചേട്ടനോട് പ്രത്യേകം താങ്ക്സ്, ഡ്രൈവർ ചേട്ടനോട്. ഓക്കെ, എന്താ വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയും ടേക്ക് കെയർ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കറിയാം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അത്രയും നമ്മുടെ 5 കണ്ണ് വേണമെന്നാണ് പറയാം. അതുകൊണ്ട് ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് വണ്ടി ഓടിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ചെറുപ്പത്തിലുള്ളത് കൊണ്ട് സന്തോഷം. എനിക്ക് വേറെ ഒന്നും പറയാല്ലേ. ബാക്കിലേക്ക് ആളെ വാർത്ത പറയാൻ വേണ്ടി. നമസ്കാരം. നമ്മുടെ വെള്ളിയാഴ്ച മുതൽ നമ്മൾ തുടങ്ങിയ യാത്രയും സുഖകരമായിരുന്നു. ഭക്ഷണവും നന്നായി. ദർശനങ്ങളെല്ലാം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ക്യൂവിലും മറ്റത് നിങ്ങളുടെ ഇതല്ല, അത് അവിടെയുള്ള ഇതുകളാണ്. അപ്പോൾ എല്ലാം ഭംഗിയായി. അതേപോലെ നല്ല നമ്മുടെ കൂടെയുള്ളവരെല്ലാം വളരെ പോസിറ്റീവായിട്ടെല്ലാം എല്ലാവരും നല്ല സഹകരണം. യാത്ര നന്നായിരുന്നു. അതേപോലെ നമ്മുടെ ഈ കോർഡിനേഷനും എല്ലാം നന്നായി. ചേച്ചി, ഡ്രൈവറേട്ടൻ, നമ്മുടെ കുക്ക്, പിന്നെ ചേട്ടൻ, എല്ലാവരും അടിപൊളിയായിരുന്നു. വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു പോയാൽ മൈക്ക് പിന്നെ കിട്ടും. നമ്മുടെ യാത്ര നല്ല സുഖകരമായിരുന്നു. പ്രത്യേകിച്ച് ഡ്രൈവർ ചേട്ടൻ ആള് വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ ഓടിച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കുക്ക്, പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ കോർഡിനേറ്ററായ ചേച്ചി പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാം മറക്കില്ല, എപ്പോഴും ഓർമ്മയിരിക്കും. പിന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിരുന്നത് ഭയങ്കര നന്ദി. എല്ലാം അത്യാവശ്യമായി കാര്യമായി. എല്ലാവർക്കും വണക്കം. അവർകളെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുപ്പതിക്ക് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അപ്പൊ നമ്മുടെ സൂര്യ ചേച്ചി പറയണത് ഞാൻ ഉണ്ടായത് കഷ്ടകാലാണെന്നാണ് ആള് പറയണത്. ആളുടെ എക്സ്പീരിയൻസ് ആവും. പക്ഷെ നമ്മളൊരു കുടുംബത്തെ പോലെ വെള്ളിയാഴ്ച മുതൽ ഈ നിമിഷം വരെ നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഈ തീർത്ഥയാത്ര ഭംഗിയാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളെ വളരെയധികം കെയർ ചെയ്ത് നമ്മളെ ഇവിടം വരെ എത്തിച്ച നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി തന്ന നമ്മുടെ 2 മറ്റ് സഹോദരങ്ങൾ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രോഡീകരിച്ച് തന്ന നമ്മുടെ വാണി ചേച്ചി, അങ്ങനെ പുതിയൊരു എക്സ്പീരിയൻസ് നമ്മുടെ ഉള്ളിൽ എന്നും ഓർക്കാവുന്ന രീതിയിൽ ഈ യാത്ര ഭംഗിയാക്കി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലും നല്ലൊരു ഓർമ്മ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് പിന്നെ ഒരു സജഷൻ വെക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോൾ ചേച്ചി ഓരോ അമ്പലങ്ങളിലും നമുക്കതിൽ ഇറങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും അത് നമ്മൾ മറക്കാനാണ് സാധ്യത. ഇപ്പം എൻ്റെ ഒരു അനുഭവം നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഓർമ്മയിൽ കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് അതിന് ഒരു ബുക്കോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ അതൊന്ന് എഴുതി തയ്യാറാക്കിയിട്ട് 1, 2 അങ്ങനെ ഇന്ന സ്ഥലത്ത് ആദ്യം പോകണം, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനൊരു സജഷൻ എനിക്ക് വയ്ക്കാറുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും നന്ദി. നമ്മളൊരു കുടുംബത്തെ പോലെ ഇത്ര ദിവസം ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. യാത്ര, ഭക്ഷണം, സത്യം പറഞ്ഞാൽ ഭക്ഷണം ഇങ്ങനത്തെ ഭക്ഷണമാണ് വേണ്ടത് യാത്രയിൽ. ശരീരത്തിന് കേടില്ലാത്ത നാടൻ ഭക്ഷണം, അത് സൂപ്പറായിരുന്നു. ഒരു തെറ്റും പറയാൻ പറ്റില്ല. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെരുമാറി. ചേച്ചി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും ഫാമിലിയോടെ വരണം എന്നൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വന്നിരിക്കും. ഓക്കെ, താങ്ക് യു. ഹലോ. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവരും കുടുംബത്തിനെ പോലെ സഹകരിച്ച് എല്ലാവരും നല്ല ഡീസൻ്റായി പെരുമാറി. എല്ലാവരും ഇനി നമ്മൾ ഒരു ട്രിപ്പ് കൂടി ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് സാഹചര്യം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പോകാനും കൂടി എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ കുടുംബത്തിനെ പോലെ. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് അത്ര കുറ്റം പറയാനില്ല. നമ്മൾക്ക് നമ്മുടേതായ നല്ല നാടൻ ഭക്ഷണമാണ്. നമുക്ക് അവിടെ പോയി കഴിച്ചു ഇവിടെ പോയി കഴിച്ചു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നല്ലൊരു ഭക്ഷണമാണ്. അതുകൊണ്ടിപ്പോൾ ചേച്ചിയോട് നന്ദിയാണ് പറയണം. ഡ്രൈവർ ചേട്ടാൻ, നമ്മുടെ കുക്ക്, എല്ലാവരോടും നന്ദി പറഞ്ഞു. താങ്ക് യു. നമസ്കാരം. യാത്ര നന്നായിരുന്നു. ഇന്ത്യ പ്രത്യേകമായിട്ട് എൻ്റെ പേര് മുമ്പ് പരിചയപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഓർമ്മയില്ല. മാളുടെ പേരും കൂടി പരിചയപ്പെടുത്തണം. പിന്നെ 2 കുമാരി ചേട്ടന്മാർ നല്ല രണ്ടായിരുന്നു. പിന്നെ വളരെ നന്നായി. ബാക്കി എൻ്റെ മകൾ പറയും. ആകെ ബുദ്ധിമുട്ടുണ്ടായത് ടിക്കറ്റ് എടുക്കാൻ പോയതാണ്, ദർശന ടിക്കറ്റ്. ആ ഒന്നിനെ വെച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഭക്ഷണം അടിപൊളിയായിരുന്നു. കുറേ എല്ലായിരുന്നു പരിചയമായി. അപ്പോൾ ഇങ്ങനെ ഓരോ അറിയാണ്ട് ആൾക്കാരെ പരിചയപ്പെടാനും കൂടുതൽ അറിയാനും പറ്റുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാനും അടിപൊളിയായിരുന്നു. എല്ലാവരുടെ കോർഡിനേഷനും എല്ലാവരും ഒന്നുകൂടി കമ്പനി ആവാനും നന്നായിട്ട് ഇതാക്കാനൊക്കെ പറ്റി. പിന്നെ യാത്രക്ക് അടിപൊളിയായിരുന്നു. നന്നായിട്ട് തൊഴാനും എല്ലാം അടിപൊളിയായിരുന്നു. ഡ്രൈവർ എല്ലാവരും താങ്ക്സ്. ഹലോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും 2 ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരുന്നു. ഒരിക്കലും മറക്കാത്ത 2 ദിവസങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യാത്ര വളരെ നന്നായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ യാത്രയിൽ പങ്കെടുത്തത്. അത് ജീവിതകാലം മുഴുവൻ ഓർമ്മ നിൽക്കുന്ന ഒരു സംഭവമായി നിൽക്കുന്നു. ഇനിയും അവസരം കിട്ടാച്ചാൽ ഇനിയും പോകാൻ വരാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ ചേട്ടന് പ്രത്യേകം നന്ദി പറയണം. ബസ്സൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ളത് ഇവിടെ മിക്കവരും പറഞ്ഞു തീർന്നാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. നമസ്കാരം. ഏറ്റവും പോലെ ഞങ്ങൾ അവസാനം വന്നത് ഈ ട്രിപ്പിന് വന്നത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഞങ്ങൾ അടുത്ത തിരിച്ചു പോകും. ഒരു അനുഭവമായിരിക്കും യാത്ര. എൻ്റെ 6 വർഷം ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു മൊട്ടടിക്കണമെന്ന്. അത് ഈ ട്രിപ്പിലൂടെയാണ് സാധിച്ചത്. ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ഒട്ടും കിട്ടുന്നുണ്ടായില്ല. അപ്പം പോകാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് കിട്ടും തൊഴാൻ വേണ്ടി നടന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇത് നല്ലപോലെ തൊഴാൻ പറ്റി. ഭയങ്കര ഹാപ്പി, നല്ലൊരു മൊമെൻ്റാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല ട്രിപ്പായിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. പാട്ട്